ആദ്യം ശ്രീ പിപിൻ, താങ്കൾ ഇന്ന് ബി.ജെ.പിയിലേക്ക് പോയിരിക്കുന്നു, ബി.ജെ.പി അംഗത്വം എടുത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് കിട്ടിയ ഓഫർ? ബി.ജെ.പിയിൽ നിന്ന് ഒരു ഓഫറുമില്ല. യാതൊരുവിധ ഓഫറുകളുമില്ല. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ബി.ജെ.പിയിലേക്ക് പോയത് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയിൽ CPM 3-ാം സ്ഥാനത്തേക്കാണ് പോയത്. കേരളത്തിലാകെ ദയനീയമായ തോൽവിയാണ് ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് നമ്മുടെ നാഷണൽ ഹൈവേ, 2 റെയിൽവേയിലുണ്ടായ വികസനങ്ങൾ, പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും BJPക്ക് വോട്ട് ഷെയറിൽ വലിയ വർധനമുണ്ടായത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ അവർക്ക് മതനിരപേക്ഷത നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിൽ CPM എത്തിച്ചേർന്നിരിക്കുന്നു. സാധാരണക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു പ്രസ്ഥാനമായി CPM മാറുന്നു. CPMലെ അണികൾക്കും പ്രവർത്തകർക്കും CPMലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് CPMൽ നിന്നും ധാരാളം പേർ BJPയിലേക്ക് പോകുന്നത്. താങ്കൾ രാവിലെ മുതൽ പറയുന്നുണ്ട് പാർട്ടിക്ക് മതനിരപേക്ഷത നഷ്ടപ്പെട്ടു എന്ന്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർഗീയത പിടികൂടി ചില നേതാക്കളെ എന്നും പറയും. താങ്കൾക്കതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പം എൻ്റെ ജില്ലയിൽ തന്നെയുള്ള അനുഭവങ്ങൾ പലതാണ്. ജില്ലയിലെ പാർട്ടിക്ക് ഉള്ളിലേക്ക് വർഗീയ ശക്തികൾ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ അനുഭവം എനിക്ക് മാത്രമല്ല, G. സുധാകരൻ സാറിന് ഉൾപ്പെടെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണ്. G. സുധാകരൻ സാർ ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് പോലും ഇന്ന് പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ രൂപത്തിലേക്ക് അദ്ദേഹം പോലും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്നാണ് ആ ശക്തികൾ ആഗ്രഹിക്കുന്നത്. ഒരു കോക്കസിന്റെ കയ്യിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. താങ്കൾ G. സുധാകരനെയും താങ്കളെയും എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നത്? അതെങ്ങനെ ശരിയാകും? ഒരിക്കലും അദ്ദേഹത്തെ താരതമ്യം ചെയ്തതല്ല. അദ്ദേഹത്തിന് പോലും ഇന്ന് ഈ പ്രസ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ പോലും വേദനിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ CPMലെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന ആലപ്പുഴയിൽ. പാർട്ടിയുമായി താങ്കൾക്കുള്ള ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല കഴിഞ്ഞ കുറച്ചു വർഷമായി. താങ്കൾക്കെതിരെ താങ്കളുടെ ഭാര്യ തന്നെ നൽകിയ ഗാർഹിക പീഡന പരാതിയുണ്ട്. ആ പരാതി കോടതിയിൽ മാത്രമല്ല പാർട്ടിയിൽ പറഞ്ഞ ശേഷം പാർട്ടി നടപടിയെടുത്തിട്ടില്ലേ താങ്കൾക്കെതിരെ? അത് 2 വർഷം മുമ്പുള്ള കാര്യമാണ്. 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഗാർഹിക പീഡനത്തിൻ്റെ പേരിലാണ് പരാതി കൊടുത്തത്. അല്ലാതെ ഈ ആഭിചാരക്രിയയൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിപ്പം കോടതിയിൽ കേസായി ഇരിക്കുകയാണ്, ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ്. അതിന് എനിക്കിപ്പോൾ ഇവിടെ ഒന്നും പറയാൻ സാധിക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.